കലക്ടർ ബംഗ്ലാവ് നമ്മുടെ ഷായുടെ വീടിനേക്കാൾ വലുതാന്നാ പറയണത്. പഠിക്കലും മുറ്റത്തും ആപ്പീസിലും ഒക്കെ കാവലുണ്ടത്രേ. ഒരു രാജ്യം ഭരിക്കുന്ന ആളാവുമ്പോ അംഗരക്ഷകരും അനുചരന്മാരും ഒക്കെ വേണ്ടേ? അമ്മേ, നമുക്കൊന്ന് കോഴിക്കോട് പോവാം. അങ്ങനെ ഒന്ന് പോയിട്ട് വരാൻ ഞാനില്ല. പോവാണെങ്കിൽ സ്ഥിരമായിട്ട് പോണം. കുറച്ചു നാളെങ്കിലും അന്തസ്സിലൊന്ന് ജീവിക്കണം. അതിന് പശുക്കളെ ഒന്ന് വിൽക്കണ്ടേ? ഇവറ്റകളെ ഉപേക്ഷിച്ചിട്ട് പോരാൻ ഞാനില്ല. ഞാൻ ആ മത്തായിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആരെ? കശാപ്പുകാരൻ മത്തായിയോ? നമുക്ക് വിറ്റാ മതിയല്ലോ. കശാപ്പിനാണോ വളർത്താനാണോ എന്ന് അന്വേഷിക്കണത് എന്തിനാ? കാശ് കിട്ടിയാ പോരെ? അതിലും ഭേദം ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ അങ്ങോട്ട് കൊല്ലുക. അതിനുശേഷം നിങ്ങൾ വിൽക്കുവോ കോഴിക്കോട് പോവുകയോ എന്താച്ചാ ചെയ്യാ. ഹലോ, കലക്ടർ സ്പീക്കിംഗ്. സൂപ്രണ്ട് വരുമ്പോ 61 ടൗൺ സർവേ ഫയലും 85 റീസർവേ ഫയലും തെരഞ്ഞു വെക്കാൻ പറയണം. ശരി, ഞാൻ ഇറങ്ങാം. അമ്മാവാ, ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ നാണം കെടുത്തരുത്. പണമാണ് വേണ്ടതെങ്കിൽ മാസം തോറും എത്രയാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം. പോരെ? വേണ്ട, പണത്തിന് അത്ര ആർത്തിയൊന്നുമില്ല. പണം കണ്ട് കൊതി മാറിയവനാ. കൈ നിറയെ വാരി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ടാവില്ല. നീ അന്ന് കുട്ടിയാ. അമ്മാവനിരിക്കെ. വേണ്ട, വന്നത് ബുദ്ധിമുട്ടായെങ്കിൽ ഇനി വരില്ല. അമ്മാവൻ വരരുതെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാരും വെറുത്തോനാ. മോനെങ്കിലും വെറുക്കരുത്. ഇത്തവണത്തേക്ക് മാപ്പ്. എന്നെ വിട്ടിട്ട് ശോഭയും പോവാണല്ലേ? നമ്മൾ എന്നേക്കായി പിരിയൊന്നുമല്ലല്ലോ. കുറച്ചുനാൾ കഴിയുമ്പോ ചേച്ചി അങ്ങോട്ട് തന്നെയല്ലേ വരാൻ പോണത്. വല്ലതും പറയണ ഏട്ടനോട്. ഇനിയും വൈകിക്കണ്ടെന്ന് പറയാല്ലേ? പറയാതറിയാലോ. ഞാനാണെന്ന് തോന്നുന്നു വഴിമുടക്കി നിൽക്കുന്നത്. ഞാൻ പറയും ചേച്ചി പരിഭവിച്ചിരിക്കുകയാണെന്ന്. ഒരു പരിഭവം ഇല്ല. ഇനിയും കാത്തിരിക്കാം, എത്ര വേണേലും, ഈ ജന്മം മുഴുവൻ. നമസ്കാരം. വരൂ, ഇരിക്കെ. എന്റെ പേര് രാധമ്മ. മരിച്ചുപോയ തോമസ് ചാക്കോയുടെ ഭാര്യ. തോമസ് ചാക്കോ ആത്മഹത്യ ചെയ്യായിരുന്നു അല്ലേ? തോമസ് ആത്മഹത്യ ചെയ്യില്ല. പോലീസുകാർ കൊന്നതാണ്. എന്തിന്? ആദിവാസികളെ സംഘടിപ്പിച്ചു എന്ന കുറ്റത്തിന്. ഇവിടെ ഞാനിപ്പോ ബേപ്പൂരാണ്. തോമസ് തുടങ്ങി വെച്ചത് ഞാൻ തുടരുന്നു. ഓഹോ. നക്സലേറ്റ് ആണെന്ന് മുൻവിധി വേണ്ട. അത് പാഴായി പോയൊരു കിനാവാണ്. അദ്ദേഹം ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവർക്ക് വേണ്ടി മരിച്ചു. ഞാൻ തീരപ്രദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? സമാധാനപൂർണമായ ജീവിതം, അത്രേ ഉള്ളൂ. ബേപ്പൂര് കടപ്പുറത്ത് കുറെ ചോര വീണിട്ടുണ്ട്. മതങ്ങളുടെ പേരിൽ, രാഷ്ട്രീയ കളിയുടെ പേരിൽ. കഴിഞ്ഞ 1 കൊല്ലമായി അവിടെ അതൊന്നും നടക്കാറില്ല. ഞങ്ങൾ സ്ത്രീകളാണ് എല്ലാം മാറ്റിമറിച്ചത്. കുറച്ചു നാളായി പോലീസ് ഞങ്ങളെ ശല്യം ചെയ്യുന്നു. പലരെയും പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുന്നു. ഞങ്ങൾക്ക് നീതി വേണം. പോലീസ് വെറുതെ മർദ്ദിക്കോ? എന്നെ വിശ്വസിക്കണ്ട. അങ്ങ് അന്വേഷിച്ചറിഞ്ഞാൽ മതി. അങ്ങയിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശരി, ഞാൻ അന്വേഷിക്കാം. നിങ്ങൾ പോയിക്കോളൂ. ശരി. ഹലോ, കളക്ടറാണ്. ADM ഇല്ലേ ഇവിടെ? ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയണം എന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി. എന്തിനാ വിചാരിക്കുന്നേ? പറഞ്ഞൂടെ? ഏതായാലും ഞാൻ ഇവിടെ തന്നെ താമസവും ഭക്ഷണവും. അതൊരു പുതിയ കാര്യമൊന്നുമല്ലോ. അല്ല, അത് തന്നെ പറയണത്. ഇപ്പോ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വരുത്തുകയാണെങ്കിൽ ഞാൻ കഴിക്കണതിന്റെ ഓഹരി കാശ് ഞാൻ തന്നെ കൊടുത്താൽ അവിടത്തേക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഇഷ്ടപ്പെടുന്നില്ല. താങ്ങില്ല. വരുമാനം കമ്മിയാന്ന് അറിയാലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അടുക്കള കയറിയാൽ എന്താന്ന് ആലോചിക്കുക. വെപ്പ് ഇത്തിരി ഇഷ്ടമുണ്ടെന്ന് വലിയക്കോളൂ. എന്നാ പിന്നെ എന്തിനാ ആലോചിക്കുന്നേ? അങ്ങ് ചെയ്തൂടെ? എന്തൊക്കെയാ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞോളൂ. കഞ്ഞി, ചെറുപയറ്, പപ്പടം, പിന്നെ ഒരു സമ്മന്തി. ഇത് രാവിലെ. അത് തന്നെ രാത്രി. ഉച്ചയ്ക്ക് സാമ്പാറും മോര്. പിന്നെ ഇഷ്ടമുള്ള എന്താ വെച്ചാ അതും. എനിക്കോ? പിന്നെ അല്ലാണ്ടാർക്കാ? സ്ഥലായി. അല്ല, നല്ല പശുമാംസം എങ്ങനെയാ? അപ്പൊ മത്സ്യമാംസം ഒക്കെ നിർബന്ധമില്ല, പക്ഷെ കിട്ടിയ വിടില്ല. അത് ശരി. ഗുഡ് മോർണിംഗ് മിസ്റ്റർ നമ്പ്യാർ. സാധാരണ കലക്ടർമാർ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരാറില്ല. അത് കുറച്ചിലാണെന്നാണ് വെയ്പ്പ്. ആ കുറവ് എനിക്ക് ഉണ്ടായിക്കോട്ടെ. ഞാൻ വന്നത്
ബേപ്പൂർ പോലീസ് അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്നൊരു പരാതി ഉണ്ടായിട്ടുണ്ട്. ആരാണ് അവിടുത്തെ എസ് ഐ? ആർക്കാണ് കംപ്ലൈന്റ്? ബാലിശമായ ഒരു ചോദ്യമാണത്. കലക്ടർക്കാരോ തെറ്റായ വിവരം തന്നാണ്. നോ, ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ചറിഞ്ഞതാണ്. അവിടെ നെക്സലൈറ്റുകളുടെ സെല്ല് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിചാരിച്ചാൽ തകർക്കാം, അല്ലെങ്കിൽ അതൊരു ഭീഷണിയാകും. കടപ്പുറത്തെ പാവങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ട്യൂഷൻ ക്ലാസ് സംഘടിപ്പിച്ചാൽ, അക്ഷരാഭ്യാസമില്ലാത്തവർക്ക് വേണ്ടി ഒരു വയോജന വിദ്യാലയം നടത്തിയാൽ അത് ഭീഷണിയാകുമോ? പരസ്പരം കൊല്ലരുത് എന്ന് പഠിപ്പിച്ചാൽ ഭീകരാവസ്ഥ ഉണ്ടാകുമോ മിസ്റ്റർ നമ്പ്യാർ? അതാര് നടത്തുന്നതെന്നറിയോ? അറിയാം, രാധമ്മ എന്നൊരു സ്ത്രീ. ആ സ്ത്രീ ആരാണെന്നറിയോ? കൊല്ലപ്പെട്ട നെക്സലൈറ്റ് നേതാവ് തോമസ് ചാക്കോയുടെ ഭാര്യയാണ്. അതുകൊണ്ട് ഒരു സോഷ്യൽ ആക്ടിവിറ്റീസും പാടില്ല എന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ടോ? പക്ഷെ മിനിസ്റ്റർ വരെ... പ്ലീസ് മിസ്റ്റർ നമ്പ്യാർ, മിനിസ്റ്റർ വിടൂ. അവർക്കൊക്കെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്, നമുക്കതില്ല. അതുകൊണ്ട് മഞ്ഞക്കണ്ണടകൾ നമുക്ക് ഒഴിവാക്കാം. നന്മയാണ് ആ സ്ത്രീ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെയ്യട്ടെ. പോലീസ് തൽക്കാലം അതിൽ ഇടപെടണ്ട. മുകളിൽ ചോദ്യമുണ്ടായാലോ? പറയൂ, കളക്ടറാണ് ഉത്തരവാദിയെന്ന്. ഇറ്റ്സ് എ റിക്വസ്റ്റ്, ബട്ട് ടേക്ക് ഇറ്റ് ആസ് എൻ ഓർഡർ. അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല പശുക്കളാ. മറ്റേ ആരാ ഇവിടെ കൊണ്ട് കിട്ടിയേ? ഞാൻ പറഞ്ഞതാ, അമ്മ സമ്മതിക്കണ്ടേ, മഞ്ഞുള്ളൂ അത്ര. ഞങ്ങളിങ്ങി പോകുന്നു. ആ പശുക്കൾ എന്തിനമ്മേ ഉമ്മറത്ത് കിട്ടിയേ? അതിനിവിടെ ഒരു തൊഴുത്തെങ്കിലും വേണ്ടേ? ബംഗ്ലാവെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു തൊഴുത്തുണ്ടാവുന്നു. മഞ്ഞു കൊണ്ടാ ഉറങ്ങത്തില്ലടാ പാവത്തുങ്ങൾ. ആരെങ്കിലും ഒക്കെ വരുന്നതല്ലേ അമ്മേ? അതിനെന്താ, കടുവയും പുലിയൊന്നും അല്ലല്ലോ, പശു അല്ലേ? അത് ഐശ്വര്യ. എന്തിനാ എല്ലാത്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നേ? നാശം. പിന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റുമോ? ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതാ, അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോരെ. നിനക്ക് ക്ലാസ്സിൽ പോണ്ടേ? പഠിപ്പ് നിർത്താനാ പ്ലാൻ? അവിടുന്ന് ബുക്കും മാർക്ക് ലിസ്റ്റും ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നല്ല പാരൽ കോളേജ് ഉണ്ടല്ലോ. കുറച്ചു കാലെങ്കിലും നിന്റെ കൂടെ താമസിക്കാൻ കൊതിയുണ്ടടാ എനിക്ക്. അതിന് വീട് വളച്ചുകൂട്ടി കെട്ടും കെട്ടി പോരണമെന്നാ ഞാൻ ചോദിച്ചേ. വന്നത് ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങളങ്ങ് തിരിച്ചു പോയേക്കാം. എടാ, ഞാൻ പറഞ്ഞത്... അല്ല, ഞങ്ങൾക്ക് IAS ഇല്ല, അവരുടെ ജീവിത രീതികളും അറിയില്ല. അന്തസ്സിന് യോജിക്കുന്നില്ലെങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാം. നീ അകത്ത് പോടാ. തുടങ്ങി അവന്റെ ചുണ്ടി. ഇങ്ങനെയാ ചേട്ടനോട് സംസാരിക്കുക? പോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. രാവിലെ എന്താ കോള്? അരുന്ധതി ഹോട്ടൽ കോംപ്ലക്സിന്റെ റീസർവേ നടത്തിയ ഫയലാണിത്. ഓ, അതാണോ? അതൊരു കീറാമുട്ടിയാ. ചുരുങ്ങിയതൊരു 10-15 വർഷത്തെ പഴക്കമെങ്കിലും കാണുമോ ഫയലിന്? 61 സർവേ പ്രകാരം ഹോട്ടൽ കോംപ്ലക്സിന്റെ ഇടതുവശത്ത് കൂടി 30 അടി വീതിയുള്ള റോഡ് കാണുന്നുണ്ട്. ഇപ്പോ വെറും 5 അടി മാത്രമുള്ള ഒരു ഇടവഴിയേ ഉള്ളൂ. നിശ്ചയമായിട്ടും അത് ഹോട്ടൽ ഉടമ കയ്യേറിയതാണ്. അതിലാർക്കും സംശയമില്ല. ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കാൻ ഭാഗ്യമുള്ളൊരു ഫയലായത്. കാരണം ആ ഹോട്ടൽ കോംപ്ലക്സ് വിശ്വനാഥൻ നായരുടേതാണ്. വിശ്വനാഥനാണ്. ഇത് കഷ്ടമാണ് സാർ. പാർട്ടിയുടെ സമ്മേളനവും ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഞങ്ങളെയൊക്കെ വേണ്ടൂ അല്ലേ? ഞാൻ കാണാം. എന്നാലും... ഹലോ ഹലോ, മിനിസ്റ്ററാണ്. കളക്ടറേറ്റ് എന്ന് കാണാൻ എനിക്ക് വയ്യ. ചെല്ലുമ്പോഴൊക്കെ എന്നെ ടൂറില്ല. 24 മണിക്കൂർ കൊണ്ട് നാട് നന്നാക്കി കളയാമെന്ന അയാളുടെ മട്ട്. വേണ്ടിടത്തും വേണ്ടാതിടത്തും എല്ലാം അയാളുടെ കണ്ടെത്തും. റോഡ് അന്നും ഇന്നും 5 അടി തന്നെയാ. പിന്നെ കുറെ പുറമ്പൊക്കെ കാട് പിടിച്ചിരുന്നിരുന്നു. അത് നമ്മൾ ഉപയോഗിച്ചു. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? അയാൾക്ക് ഇപ്പൊ റോഡ് വീതി കൂട്ടി ടാർ ചെയ്യണമെന്നാ. അപ്പോ നമ്മൾ എന്ത് ചെയ്യും സാർ? മതിൽ വിളിച്ച് റോഡ് വിട്ടുകൊടുക്ക. ഇതേ ചെയ്യാനുള്ളൂ. അല്ലാതെ അയാളെ വളയ്ക്കാൻ പറ്റും സൈസല്ല. ഏതായാലും സംസാരിച്ചു നോക്ക്. ആ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണമല്ലോ. ഞാൻ ജീപ്പ് തിരിച്ചയച്ചു. ഡ്രൈവറില്ല. എന്റെ മോനോട് കൊണ്ടാക്കാൻ പറയാം. ഓയേസ്. ആ പയ്യനറിയാം. ആരാ? കലക്ടറുടെ ബ്രദറാ. ഓഹോ, ഒന്ന് പരിചയപ്പെടണമല്ലോ. എടാ വിനു, ഞാൻ സാറിനെ കൊണ്ട് വിട്ടോളാം. നീ ആ പയ്യനൊന്ന് പരിചയപ്പെടും. 3x ഉണ്ടോ? ഉണ്ടല്ലോ. ഒരു പെഗിനുണ്ടാവില്ല. 12 രൂപ. 12 രൂപയോ? ഹലോ, പേരെന്താ? സുധി. സുധാകരൻ. ഞാൻ വിനോദ് കുമാർ. വരൂ, ഇവിടെ നിൽക്കണ്ട, റൂമിലിരിക്കാം.
ഇതിന് വലിയ വില വരുമോ? ആ വലിയ വിലയൊന്നുമില്ല, 1200 രൂപ. സത്യം തുറന്നു പറയട്ടെ, എന്റെ കയ്യിൽ പണം കുറച്ച് കമ്മിയാണ്. ഹ, അതിനാരാ പണം ചോദിച്ചത്? ഇന്ന് എന്റെ വക ചെലവ്. എന്തിന്? എനിക്കൊരു പുതിയ സുഹൃത്തിനെ കിട്ടിയന്. Cheers. പഠിച്ചു. കുഞ്ഞാട്ട് മോട്ടോർ സൈക്കിളിൽ പോകുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ അമ്മേ? എനിക്കും അതിന്റെ പിന്നിലൊന്ന് കയറണം. ആ, എന്നിട്ട് വേണം ഉരുണ്ട് വീണ് കൈയും കാലും ഓടിക്കാൻ, ആരും കാണാത്ത പോലെ. വാ കേറ്. ഇത് ഏത് തലതെറിച്ചവനാണ് ഇതിന്റെ മുമ്പിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കണത്? അതാ അവിടെ സുധിയാ, മോട്ടോർ ഓടിക്കാൻ പഠിക്കുക. എടാ, എനിക്കിവിടെ ജോലി ചെയ്യണം. നിങ്ങൾ എന്ത് വിചാരിച്ച ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നേ? ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയ കഷ്ടമാണ്. അവൻ ഇപ്പൊ എന്താ ചെയ്തേ? ഈ മോട്ടോർ ഒന്ന് ഓടിച്ചു എന്ന് വെച്ച് നിനക്കെന്താ? എനിക്കിത്തിരി സമാധാനം വേണം. വായിക്കാൻ പഠിക്കാനൊന്നും അല്ലല്ലോ, കടലാസിലൊക്കെ ഒപ്പ് വെച്ചാ പോരെ. എവിടെ നിന്ന് കിട്ടിയത്? എന്റെ ഒരു ഫ്രണ്ടിന്റെയാ. കൂട്ടുകെട്ട് കുറെ കൂടുന്നുണ്ട്. അത് വരുന്ന പഠിക്കടി, ഓരോ വേഷം കെട്ടില്. സോറി കേട്ടോ, ചേട്ടനൊരു ടൈപ്പാ. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ആരാടാ പുതിയ കക്ഷി? ഒരു VIP ആണ്. നിന്റെയൊക്കെ തന്തയെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു കക്ഷിയുടെ അനിയനാ. ആരാണോ മഹാൻ? മജിസ്ട്രേറ്റോ? അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ ഹരിദാസൻ IAS. അദ്ദേഹത്തിന്റെ ഒരേ ഒരു അനിയൻ മിസ്റ്റർ സുധാകരൻ. ഹലോ. എത്ര ഉണ്ടാവും? ഒരു 4-4.5 കണ്ടേക്കും. അയ്യോ, തീരെ കുറഞ്ഞു പോയി. പിഴിഞ്ഞു കറക്കാത്തോണ്ടാ. പാരക്ക് അത് നല്ല വശമില്ല. പഠിക്കണം. ഓ, ഇനിയിപ്പൊ ഞാൻ പശുവിനെ കറക്കാനും പാല് വിൽക്കാനും നടന്ന അവന് കുറച്ചില്ലല്ലേ? അതെ. ഒന്നാമത് അവന്റെ സ്റ്റാറ്റസ് നോക്കണില്ല എന്ന് പരാതിയാ. ഓ, ആ, നായരുടെ ചായക്കടയിൽ എത്ര വേണമെന്നാ പറഞ്ഞേ? ഇവിടുത്തെ പാലായതുകൊണ്ട് എത്ര കിട്ടിയാലും എടുത്തോളാന്നാ പറഞ്ഞേ. എന്നാ വേഗം രണ്ടിടങ്ങഴി അളന്ന് കൊടുത്തിട്ട് ആ, വാ. ഇത്തിരി വെള്ളം ഒഴിച്ചോ, പാലിന് ഭയങ്കര കട്ടിയാ. കറവ നിക്കാറായ പശുവല്ലേ, നല്ല കട്ടി കാണും. വരേ. ഓ, എത്ര പ്രാവശ്യം വിളിക്കണം നിങ്ങളെ? ഞാൻ ഇവിടെ ഒന്ന് കറന്നു കൊടുക്കുകയായിരുന്നു. തനിക്ക് അതാണോ ജോലി? സമയത്ത് കറന്നില്ലെങ്കിൽ പശുവിന്റെ അകട്ടിൽ നീര് വരും മോനെ. അമ്മേ, ഇയാൾ ഇവിടത്തെ വീട്ടു ജോലിക്കാരനല്ല, സർക്കാർ ഉദ്യോഗസ്ഥനാ എന്നെ പോലെ. ഒന്ന് വേഗം വരണം. ആഹാ, എന്താണ് ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നത്? വിനുവിനെ കണ്ടില്ലേ? ഉവ്വ്. ഞാൻ ഇത്തിരി ധൃതിയിലാണ്. തന്റെ ചേട്ടൻ എന്നെ ഒരു പുലിവാലി പിടിപ്പിച്ചു. നമ്മുടെ ഹോട്ടലിലൊരു ഭാഗം പൊളിപ്പിക്കുന്ന വാശിയിലാണ് മൂപ്പര്. സാരല്ല, ഞാനങ്ങനെ പെട്ടെന്ന് തോറ്റെടുക്കുന്ന ആളൊന്നുമല്ല. സുധാരിക്ക് ഇതാരാന്നറിയാമോ? നിന്റെ ആരാധ്യ കഥാപാത്രമല്ലേ കളക്ടർ, അങ്ങേരുടെ അനിയനാ. എന്റെ സിസ്റ്ററാ ജയശ്രീ. അവളുടെ കോളേജിൽ ഒരു ഫംഗ്ഷന് തന്റെ ചേട്ടൻ ചെന്ന് പ്രസംഗിച്ചു. അവക്ക് നന്നായി ഇംപ്രസ് ചെയ്തു. അതിനൊക്കെ ചേട്ടൻ എടുക്കണ. ട്യൂട്ടോറിയൽ കോളേജിൽ 4-5 കൊല്ലം കിടന്ന് തൊണ്ട പൊട്ടിച്ചതാ.